തന്നെ എഴുതി ചേർക്കപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടന നമ്മൾ പരിശോധിക്കണം. ഒരു ജനാധിപത്യ ക്രമത്തിൽ, ഒരു ബഹുമത സമൂഹത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ നല്ലൊരു ഭരണഘടനയ്ക്ക് കീഴിൽ ജീവിക്കാൻ കഴിയുമോ എന്ന് സംശയകരമാണ്. അത്രയും നല്ല ഭരണഘടന തന്നെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന. അതിനർത്ഥം ഇന്ത്യന്റെ ഭരണഘടന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ ഭരണഘടനയാണ് എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു, ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ ഒരു ന്യൂനപക്ഷ സമുദായം എന്നുള്ള നിലക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭരണഘടന ഏറ്റവും നല്ല ഭരണഘടനകളിൽ ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ ഭരണഘടനയ്ക്ക് കീഴിൽ ഉള്ള ഒരു രാഷ്ട്ര സംവിധാനത്തിലാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. ഈ രാജ്യത്ത് നിയമപരമായി, ഭരണപരമായി തീർച്ചയായും മുസ്ലിങ്ങളെയോ അമുസ്ലിങ്ങളെയോ പീഡിപ്പിക്കാൻ യാതൊരു വകുപ്പുമില്ല. മാത്രവുമല്ല, ന്യൂനപക്ഷം എന്നുള്ള രൂപത്തിൽ ഈ സമുദായം പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ അതിനെതിരെ ഭരണഘടനാപരമായി ചോദ്യം ചെയ്യുവാൻ തീർച്ചയായും എക്സിക്യൂട്ടീവും അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവുമെല്ലാം ഈ രാജ്യത്തിന്റെ സംവിധാനമായിട്ട് നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാൽ ആ പീഡനങ്ങൾ ഇല്ലാതെയാക്കുവാനുള്ള നിയമപരമായ മാർഗങ്ങൾ ഇവിടെ കേവലം വർത്തമാനങ്ങളിലല്ല, മറിച്ച് ലിഖിതമായി തന്നെ നിലവിലുണ്ട് എന്നത് സത്യം. മാത്രവുമല്ല, പലപ്പോഴും അത് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ചിലപ്പോഴെല്ലാം ചില എക്സിക്യൂഷന്റെ രംഗത്തുള്ള ചില പ്രശ്നങ്ങളാൽ, ചില ആളുകളുടെ സവർണവൽക്കരണത്താൽ, ഫാഷിസ്റ്റ് വൽക്കരണത്താൽ മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മുസ്ലിമിന്റെ മാതൃക. പ്രവാചകന്റെ 13 കൊല്ലക്കാലഘട്ടത്തിലെ മക്ക കാലഘട്ടം നമ്മൾ പരിശോധിക്കുക. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടില്ലേ? പ്രവാചകന്റെ അനുയായികളിൽ പലരും, സുമയ്യ റളിയല്ലാഹു അൻഹയെ പോലെയുള്ളവർ പച്ചയായി ജീവനോടുകൂടി ഒരു ഇരുമ്പ് ദണ്ട് പഴുപ്പിച്ച് അവരുടെ മർമ്മസ്ഥാനത്തേക്ക് കുത്തിക്കയറ്റി പച്ചയായി പിടഞ്ഞു മരിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ജീവനുള്ള പച്ച മനുഷ്യൻ ആകാശത്ത് മരുഭൂമിയിൽ നമുക്കറിയാം 50 ഡിഗ്രി സെന്റിഗ്രേഡിലും മുകളിലുള്ള ചൂടുള്ള സമയത്ത്, മരുഭൂമിയിൽ സൂര്യൻ ഉദിച്ചുയർന്ന് മുകളിൽ നിൽക്കുന്ന സമയത്ത് പച്ച മനുഷ്യന്റെ തൊലി കരിയുന്ന രൂപത്തിൽ മരുഭൂമിയിൽ പച്ച മണലിൽ മലർത്തി കിടത്തി നെഞ്ഞത്ത് വലിയ മല പോലുള്ള കല്ല് കയറ്റി വെച്ച് കാലിൽ കയറ് കെട്ടി വലിച്ചു കൊണ്ടുപോയില്ലേ പ്രവാചകന്റെ ശിഷ്യന്മാര്? ഇത് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കംപ്ലൈന്റ് പറഞ്ഞില്ലേ സഹാബിമാർ? അപ്പൊ റസൂലുള്ള പറഞ്ഞത് എന്താ? പ്രവാചകൻ പറഞ്ഞത് ഒന്നാമത്തെ പ്രതിരോധത്തിന്റെ മാർഗം യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങളുടെ പ്രതിഫലം സ്വർഗമാണ്. ഒന്നാമത് മുസ്ലിം അത് മനസ്സിലാക്കാൻ സന്നദ്ധമാകണം. അതിന്റെ അർത്ഥം എല്ലാ സന്ദർഭത്തിലും കയ്യും കെട്ടി പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതില്ല, എല്ലാ പീഡനങ്ങളും സഹിക്കണം എന്നല്ല. മറിച്ച് നിയതമായ മാർഗങ്ങളിലൂടെ, നിയമപരമായി അനുവദിക്കപ്പെട്ട മാർഗങ്ങളിലൂടെ പീഡനങ്ങൾ ഇല്ലാതാക്കാൻ റസൂലുള്ളാഹി ശ്രമിച്ചു. പ്രവാചകന്റെ ജീവിതത്തിലുടനീളം നമുക്കത് കാണാൻ കഴിയും. നമുക്കറിയാം, ഇവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞു, തായിഫിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നത് എന്തിനാ? പ്രവാചകന് മക്കയിലെ താങ്ങായിരുന്ന 2 പേർ മരണപ്പെട്ടു, ഖദീജ റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബും. അത് മരണപ്പെട്ടപ്പോ റസൂലുള്ള അന്ന് നിലവിലുള്ള വ്യവസ്ഥിതി പ്രകാരം ബന്ധുക്കൾ സഹായിക്കേണ്ടതാണ് ഇത്തരം രംഗങ്ങളിൽ. ആ ബന്ധുക്കളുടെ സഹായം അന്വേഷിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ പോയത്. അവിടുന്ന് അദ്ദേഹത്തിന് പീഡനം കിട്ടി. അത് മറ്റൊരു വശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബനൂ ഹാഷിം കുടുംബവും അടക്കം 3 വർഷത്തോളം പച്ചയായി പട്ടിണി കിടന്ന് പച്ചിലകൾ മാത്രം തിന്ന് ജീവിക്കേണ്ടി വന്നു, അല്ലേ? ഷിഅബ് അബീ താലിബിൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? പ്രവാചകന്റെ കൂടെ അന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധീരയോദ്ധാക്കൾ, അന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധീരയോദ്ധാക്കൾ, പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ സിംഹങ്ങളെന്നും ഇസ്ലാമിന്റെ പുലികളെന്നും അറിയപ്പെട്ട ആളുകൾ അന്നും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. പ്രവാചകന് പറയാമായിരുന്നു, സഹാബിമാരെ, ഇവർക്കെതിരെ നമുക്കൊരു പാതിരാക്ക് ഒരു അക്രമം നടത്തിക്കളയാമെന്ന്. റസൂലുള്ളാഹി പറഞ്ഞില്ല. പ്രവാചകൻ എന്താ ചെയ്തത്? ആ ഷിഅബ് അബീ താലിബിൽ
പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് 3 വർഷക്കാലം പച്ചില മാത്രം തിന്ന് ജീവിച്ചപ്പോ അന്നത്തെയിലെ മക്കയിലെ സമ്പ്രദായ പ്രകാരം ഉള്ള രീതികളുണ്ട്. ചില ഗോത്ര നേതാക്കളെ ഉപയോഗിച്ച് ഇത്തരം പീഡനങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതി റസൂലുള്ളാഹി ചെയ്തു. അത് ഒരു പരിധി വരെ വിജയം കാണുകയും ചെയ്തു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മോചിതത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പീഡനങ്ങളുടെ കാലം അവസാനിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ 13 കൊല്ലക്കാലഘട്ടത്തിലെ മക്കയിൽ ആ രാജ്യത്തിന്റെ നിയമത്തിൽ പ്രവാചകൻ അനുകൂലമായി യാതൊന്നുമില്ല. ആ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിലോ രേഖപ്പെടുത്തപ്പെട്ട ഭരണ വ്യവസ്ഥകളിലോ ഒന്നും തന്നെ ഇത്തരം ഒരു സമ്പ്രദായത്തിന് അനുകൂലമായി യാതൊന്നുമില്ല. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ ഗോത്രാധിപത്യ വ്യവസ്ഥിതിയിലെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി നിയമപരമായി അവിടെ അംഗീകരിക്കുന്ന രീതിയിൽ പീഡനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു. മുസ്ലിങ്ങൾക്ക് ഇന്ന് അംഗീകരിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഭരണഘടന നമുക്ക് അനുകൂലമാണ്. നല്ലൊരു ശതമാനം വരുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമെല്ലാം പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നമുക്ക് അനുകൂലമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ ഇന്ത്യയിലെ പാർലമെന്റ് ശക്തമായി നടുങ്ങിയില്ലേ? ആരുടെ ഒച്ചപ്പാടുകൾ കൊണ്ടായിരുന്നു അത് മുസ്ലിം എംപിമാരെ കൊണ്ടായിരുന്നില്ല. ഇവിടുത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരുമെല്ലാമായ ഫാഷിസ്റ്റ് വൽക്കരിക്കപ്പെട്ട മനസ്സില്ലാത്ത ആളുകൾ മൊത്തത്തിലാണ് അതിനെതിരെ പ്രതികരിച്ചത്. അതേപോലെ തന്നെ പലപ്പോഴും ഉദ്ധരിക്കപ്പെടാറുള്ള ഗുജറാത്തിനെ പോലെയുള്ള പ്രശ്നങ്ങളിൽ നമുക്കറിയാം, ഗുജറാത്തിനെ പോലെയുള്ള പ്രശ്നമുണ്ടാകുമ്പോ ഇന്ത്യ രാജ്യത്തിലെ പൊതുസമൂഹം, അവിടുത്തെ ഹിന്ദുക്കളാകുന്ന, ക്രൈസ്തവരാകുന്ന, സിഖുകാരാകുന്ന, വ്യത്യസ്ത മതവിശ്വാസികളാകുന്ന പൊതുസമൂഹം അതിനെതിരെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി നിലകൊള്ളുന്നു. അവരെ കൂടി നമ്മുടെ ശത്രുക്കളാക്കി മാറ്റണമോ എന്നതാണ് ചോദ്യം. ഇവിടെ ഇസ്ലാം അനുവദിച്ചത് ഇത്തരം രംഗങ്ങളിൽ സായുധമായ കലാപമല്ല, സായുധമായ പ്രതിരോധമല്ല. സായുധ പ്രതിരോധം എന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന് കീഴിൽ മാത്രമാണ്. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ഒരു അമീറിന്റെ നേതൃത്വത്തിൽ ഒരു രാജ്യമുണ്ടാകുമ്പോ ആ രാജ്യത്തിനെതിരെ അക്രമം വരുമ്പോൾ സായുധമായി പ്രതിരോധിക്കാം. ആ രാജ്യത്തിന് മുസ്ലിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രങ്ങളിൽ അക്രമങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ വേണ്ടി ആ രാഷ്ട്രത്തിന് സായുധമായി ഇടപെടാം. അതല്ലാതെ ഒരു രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് സായുധമായി ആ രാജ്യത്തെ തകർക്കുന്ന ഒരു ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇനി അനീതി ഉണ്ടാകുമ്പോ, അക്രമം ഉണ്ടാകുമ്പോ എന്തേ നമുക്ക് പ്രതികരിച്ചാൽ? ഞാൻ ചോദിക്കട്ടെ, അനീതി നേരിട്ടാൽ ഒരു മുസ്ലിമിന് ഇസ്ലാമിക രാഷ്ട്രത്തിൽ എന്താ പ്രതിവിധി? നമുക്ക് അതും കൂടി പഠിക്കണല്ലോ, അതുകൂടി നമ്മൾ മനസ്സിലാക്കണല്ലോ. ഒരു ഇസ്ലാമിക രാഷ്ട്രം, അവിടെ ജീവിക്കുന്ന ഒരു മുസ്ലിമാണ് ഞാൻ വിചാരിക്കുക. എന്റെ സ്വന്തം ജ്യേഷ്ഠനെ ഒരാൾ വന്നിട്ട് കുത്തിക്കൊല്ലണത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ജ്യേഷ്ഠൻ മരിച്ചു, അയാൾ ആരാണെന്ന് എനിക്കറിയാം. ഞാൻ കോടതി പോയി, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിയമം അനുസരിച്ച് നമ്മൾ അവർക്കെതിരല്ല ആക്രമിക്കേണ്ടത്, മറിച്ച് കോടതി പോകണം. ആ കോടതി പോയി ഞാൻ എൻ്റെ തെളിവുകളെല്ലാം ഹാജരാക്കി. തീർച്ചയായും കോടതിക്ക് ബോധ്യപ്പെട്ടില്ല ഇയാൾ അക്രമിയാണെന്നോ ഇയാളാണ് കൊലപാതകം ചെയ്തതെന്നോ കോടതിക്ക് ബോധ്യപ്പെട്ടില്ല. കാരണം ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ അനുജനാണ്. ആ നിലക്കുള്ള എൻ്റെ ജ്യേഷ്ഠനോടുള്ള ഇഷ്ടവും അതേപോലെ തന്നെ ബന്ധവും അതോടൊപ്പം തന്നെ എതിരാളിയോടുള്ള എന്തെങ്കിലും വെറുപ്പുമാണ് ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി എതിർപക്ഷത്തിന് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. സാധിക്കാലോ. അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രം ആ ആളെ കൊലയാളിയെ വെറുതെ വിടുന്നു. ഇസ്ലാമിക രാഷ്ട്രം ആ കൊലയാളിയെ വെറുതെ വിടുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, കൊലപാതകിക്ക് കൊല എന്ന ശിക്ഷ നൽകലാണ് മുസ്ലിമിന്റെ ബാധ്യത. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ ബാധ്യത എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? ഇസ്ലാമിക രാഷ്ട്രത്തിലാണ്, എനിക്ക് നീതി ലഭിച്ചിട്ടില്ല. രാഷ്ട്ര സംവിധാനത്തിൽ നിന്ന് എനിക്ക് നീതി ലഭിച്ചിട്ടില്ല. അങ്ങനെയാകുമ്പോൾ ഞാൻ നേർക്ക് നേരെ കണ്ടതാണ് എൻ്റെ ജ്യേഷ്ഠനെ കൊന്നത് ഇയാളാണെന്ന്. എന്നാൽ എനിക്ക് അയാളെ തിരിച്ചു കുത്തിക്കൊല്ലാൻ പറ്റുമോ? എനിക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിയമം, ആ രാഷ്ട്ര സംവിധാനത്തിന്റെ നിയമം കയ്യിലെടുക്കാൻ പറ്റുമോ? അങ്ങനെ കയ്യിലെടുത്താൽ എന്നെ കൊല്ലണം എന്നുള്ളതാണ് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിയമം. എന്തുകൊണ്ടെന്നാൽ ഞാൻ അവിടെ കൊലയാളിയെ കൊല്ലുകയല്ല ചെയ്തിട്ടുള്ളത്, നേരത്തെ പറഞ്ഞ ഫിത്നയുണ്ടാക്കുകയാണ്, കലാപമുണ്ടാക്കുകയാണ്, കുഴപ്പമുണ്ടാക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം.
കൊലയാളിയെ കൊല്ലുക എന്ന നിയമം നടപ്പാക്കേണ്ടത് രാഷ്ട്ര സംവിധാനമാണ് എന്നർത്ഥം. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരു മുസ്ലിമിന് ഇല്ലാത്തൊരവകാശം ഒരു ഇസ്ലാമികേതര രാഷ്ട്രത്തിൽ കിട്ടണം എന്ന് പറയുന്നതിന്റെ ന്യായം എന്താണ്? ഇസ്ലാമിക രാഷ്ട്രത്തിൽ എന്നോട് അനീതി കണ്ടാൽ എനിക്ക് ആ അനീതി, രാജ്യമടക്കം എന്നോട് അനീതി ചെയ്തു, വേണ്ട തെളിവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് എനിക്ക് തോന്നി എങ്കിൽ എനിക്ക് ആയുധമെടുത്ത് നീതി നടപ്പാക്കാൻ എന്നെ ഇസ്ലാം അനുവദിച്ചിട്ടില്ലെങ്കിൽ ഒരു ഇസ്ലാമികേതര രാഷ്ട്രത്തിൽ എങ്ങനെയാണ് എനിക്ക് അവകാശം ഉണ്ടാവുക? തീർച്ചയായും ഇത് മിഥ്യയായ സിദ്ധാന്തമാണ്. ഇത് സത്യമല്ല. ഇത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതല്ല. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് നിയതമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധമാണ്. ആ പ്രതിരോധം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഇസ്ലാം ആ രൂപത്തിലുള്ള പ്രതിരോധമാണ് മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഈ കാലം അത്രയും മുസ്ലിങ്ങൾ ചെയ്തിട്ടുള്ളതും ആ പ്രതിരോധമാണ്.